നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ സ്വദേശിയിൽ നിന്നും 7 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസ്. പ്രതി റിമാൻഡിൽ. ഓൺലൈൻ ജോലിയിലൂടെ വീട്ടിലിരുന്ന് വൻ തുക സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആലപ്പുഴ സ്വദേശിയായ യുവാവിൽ നിന്നും 7 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ പ്രതികളിൽ ഒരാൾ റിമാൻഡിലായി. മലപ്പുറം ജില്ലയിൽ വേങ്ങര പഞ്ചായത്തിൽ കള്ളിയത്ത് വീട്ടിൽ മുഹമ്മദ് റാഫിയാണ് റിമാൻഡിലായത്. ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഏലിയാസ് പി ജോർജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ പ്രതി സമാന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായി പാലാ സബ് ജയിലിൽ റിമാൻഡിലാണ് എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറന്റ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും പ്രതിയെ പാലയിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. കോഴിക്കോട് തെരുവുനായ ആക്രമണം, 9 പേർക്ക് കടിയേറ്റു. കോഴിക്കോട് നടക്കാവിലാണ് സംഭവം. ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെയുള്ളവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഒരേ നായ തന്നെയാണ് കാൽനട യാത്രക്കാരെയും ബൈക്ക് യാത്രികനെയും കടിച്ചത്. പരിക്കേറ്റവർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. ചിലരുടെ മുറിവ് ആഴത്തിലുള്ളതാണ്. ഒരു വിദ്യാർത്ഥിനിയെ തെരുവുനായ പുറകെ ചെന്ന് ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മദ്യപിച്ചുണ്ടായ തർക്കം, വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. തൃശൂർ വെള്ളാങ്കല്ലൂർ സെന്ററിലാണ് സംഭവം. അരിപ്പാലം ചീനക്കുഴി സ്വദേശി രാജൻ പിള്ളയാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം നടന്നത്. സെന്റ് ജോസഫ് ചർച്ചിന് എതിർവശത്തുള്ള കടകൾക്ക് മുന്നിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ബാബു ചാമക്കുന്ന് എന്ന വ്യക്തിയാണ് കൊലപാതകം നടത്തിയത്. ഇയാളെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ രാജൻ പിള്ളയും ബാബുവും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തെരുവുനായ വട്ടം ചാടി, നിയന്ത്രണം തെറ്റി റോഡിൽ വീണ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ദേശീയപാതയിൽ കുറുവൻതോട് ഭാഗത്താണ് അപകടം നടന്നത്. നിയന്ത്രണം തെറ്റി റോഡിൽ വീണ ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്ത് പിന്നാലെ വന്ന ലോറി കയറി ഇറങ്ങുകയായിരുന്നു. പുറക്കാട് പഞ്ചായത്ത് 15-ാം വാർഡ് കണിയാമ്പറമ്പ് വീട്ടിൽ അനിൽകുമാർ ശാലിനി ദമ്പതികളുടെ മകൻ അഭിരാമാണ് മരിച്ചത്. പുന്നപ്രയിലെ ബന്ധുവീട്ടിൽ പോയി തിരികെ മടങ്ങവെയാണ് അപകടമുണ്ടായത്. ആലപ്പുഴയിൽ തീരത്ത് വീണ്ടും ഡോൾഫിൻ അടിഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് പുന്നപ്ര ചള്ളി തീരത്ത് വടക്കുഭാഗത്തായി ഡോൾഫിൻ അടിഞ്ഞത്. മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. മുഖത്തും ശരീരത്തും പരിക്കേറ്റ പാടുകളും രക്തം വാർന്ന നിലയിലുമാണ് ഡോൾഫിൻ. റവന്യൂ, ഫോറസ്റ്റ്, പോലീസ് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെയും ഇതിന് സമീപത്ത് ഡോൾഫിന്റെ ജഡമടിഞ്ഞിരുന്നു. ഇതിന്റെ മുഖത്ത് പാടുകൾ ഉണ്ടായിരുന്നു. തീപിടിച്ച കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളെ തട്ടി മുറിവേറ്റതാകാനാണ് സാധ്യതയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്.